ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവൾ പോയിരുന്നു, അവൻ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തിയിരുന്നു. അതായത് കഴിഞ്ഞ കാലത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഈ രണ്ട് കാര്യങ്ങളും ഒറ്റ സെന്റൻസിൽ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവൾ പോയിരുന്നു, രണ്ട് കാര്യങ്ങൾ നടന്നു. എന്തൊക്കെയാണ്? എത്തി, വേറെ ആളാ സമയത്ത് പോയി. അവൻ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തിയിരുന്നു, അല്ലേ? ഇവിടെ ഒരാൾ എത്തുന്നുണ്ട്, ഒരാൾ അതിന് മുമ്പേ എത്തി. അപ്പൊ രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നു. അപ്പൊ ഒന്നാണ് ആദ്യം നടന്നത്, അല്ലേ? ഇവിടെ നോക്കിയോളൂ, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവൾ പോയിരുന്നു. അപ്പൊ പോകുന്നതാണോ എത്തുന്നതാണോ ആദ്യം നടന്നത്? പോയിരുന്നു ആണ്. അപ്പൊ ഇതാണ് ഏറ്റവും ഫസ്റ്റ് നടന്നത്. അതിന് ശേഷമാണ് അവരവിടെ എത്തിയത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവൻ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തിയിരുന്നു. ആദ്യം എത്തിയത് ആരാണ്? ഞങ്ങളാണ്. അതിന് ശേഷമാണ് അവരെത്തിയത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സെന്റൻസുകൾ ആക്ച്വലി നമുക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടതായിട്ട് വരും. ചിലപ്പം നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ സംസാരിച്ചില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു സ്റ്റോറി എഴുതുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡയറി എഴുതുമ്പോഴാണെങ്കിലും എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സെന്റൻസുകൾ എഴുതാറുണ്ട്. സോ സാധാരണ നമ്മൾ എങ്ങനെ പറയും? ബിഫോർ ഐ കം ഷീ ലെഫ്റ്റ്, അല്ലെങ്കിൽ ഷീ വെന്റ് എന്നൊക്കെ പറയും. അതായത് രണ്ടും സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് സാധാരണ ഇങ്ങനെയുള്ള സെന്റൻസുകൾ പറയാറ്. പക്ഷെ ആക്ച്വലി ഇത് പ്രോപ്പർ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസ് ഉപയോഗിച്ചുകൊണ്ട്. അതെങ്ങനെയാ നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യത്തെ സെന്റൻസ്, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവൾ പോയിരുന്നു. അതായത് ഇങ്ങനെയുള്ള സെന്റൻസുകൾ എഴുതുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ഹാഡ്. ഹാഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സെന്റൻസുകൾ എഴുതുന്നത്. ഈ ഹാഡ് യൂസ് ചെയ്യേണ്ട എപ്പോഴും ആദ്യം സംഭവിച്ച പ്രവൃത്തിയിലേക്കാണ്. നമുക്ക് നോക്കാം. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവൾ പോയിരുന്നു. സോ ഷീ ഹാഡ് ലെഫ്റ്റ്. അതായത് ഹാഡ് പ്ലസ് V3 ആണ് നമ്മളിവിടെ എഴുതുന്നത്. ഷീ ഹാഡ് ലെഫ്റ്റ് ബിഫോർ I reached there. നോക്കൂ, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവൾ പോയിരുന്നു. She had left before I reached there. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം നടന്ന പ്രവൃത്തി നമ്മൾ എങ്ങനെ എഴുതി? had left. രണ്ടാമത് നടന്ന കാര്യം നമ്മൾ എങ്ങനെ എഴുതി? reached. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എഴുതി, അല്ലേ? റീച്ച്ഡ്, വെന്റ്, പ്ലേഡ്, ഇങ്ങനെയുള്ള രീതിയിൽ. ഇവിടെ ഹാർഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ വ്യക്തമായിട്ട് ലാസ്റ്റ് പറഞ്ഞു തരാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തിയിരുന്നു. എങ്ങനെ പറയാം? ഇവിടെ ആദ്യം സംഭവിച്ച പ്രവൃത്തി നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യുന്നു. സോ വി ഹാഡ് arrived before he came. ഇവിടെ നോക്കൂ, അവൻ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തിയിരുന്നു. We had arrived before he came. We had arrived before he came. അല്ലാതെ we arrived before he came എന്ന് അല്ല. പാസ്റ്റ് പെർഫെക്റ്റിലാണ് എന്ത് നമ്മൾ ആദ്യം സംഭവിച്ച പ്രവൃത്തി എഴുതേണ്ടത്. കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിരുന്നു. ഇതൊക്കെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ചിലപ്പോൾ പറയേണ്ടി വന്നേക്കാം. ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിരുന്നു. The train had left before I reached the station. നോക്കൂ, the train had left before I reached the station. ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ പോയിരുന്നു. വേറെ എക്സാമ്പിൾ, പോലീസ് എത്തുന്നതിന് മുമ്പ് കള്ളന്മാർ രക്ഷപ്പെട്ടിരുന്നു. എങ്ങനെ എഴുതാം? ആദ്യം സംഭവിച്ച എന്താണ്? കള്ളന്മാർ രക്ഷപ്പെട്ടു. കള്ളന്മാർ രക്ഷപ്പെട്ടതിന് ശേഷമാണ് പോലീസ് എത്തിയത്. അപ്പൊ കള്ളന്മാർ രക്ഷപ്പെട്ടത് നമ്മൾ ഹാഡ് ഉപയോഗിച്ച് എഴുതുന്നു. The thieves had escaped എന്ന് പറയാം before
the police reached or arrived പറയാം. The thieves had escaped before the police reached. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ കള്ളന്മാർ രക്ഷപ്പെട്ടിരുന്നു. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. അവൾ അത്താഴത്തിന് മുമ്പ് അവളുടെ ജോലി പൂർത്തിയാക്കി. ഇവിടെ 2 ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. എന്താണ്? അത്താഴം കഴിക്കണം, അതിന്റെ മുമ്പ് ജോലി പൂർത്തിയാക്കി. സോ എങ്ങനെ എഴുതാം? ഷീ, ഒന്ന് പറഞ്ഞു നോക്കൂ. ഷീ ഹാഡ് കംപ്ലീറ്റഡ് ഹർ വർക്ക് ബിഫോർ ഡിന്നർ. ഒരു പർട്ടിക്കുലർ കാര്യത്തിന് മുമ്പ് ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു എന്നാണ് ഇവിടെ മീനിങ് ആയിട്ട് വരുന്നത്. അവൾ അത്താഴത്തിന് മുമ്പ് അവളുടെ ജോലി പൂർത്തിയാക്കി. ഷീ ഹാഡ് കംപ്ലീറ്റഡ് ഹർ വർക്ക് ബിഫോർ ഡിന്നർ. ഡിന്നറിന് മുമ്പ് തന്നെ ജോലി കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഇതിനകത്ത് അർത്ഥം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചൂടെ ഇങ്ങനെ പാസ്, അതായത് അവൾ അത്താഴത്തിന് മുമ്പ് അവളുടെ ജോലി പൂർത്തിയാക്കിയോ? ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, പല ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അവൾ അത്താഴത്തിന് മുമ്പ് അവളുടെ ജോലി പൂർത്തിയാക്കിയോ? എങ്ങനെ ചോദിക്കാം? Had she completed her work before dinner? സോ പാസ്റ്റ് പെർഫെക്റ്റിൽ വരുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഹാഡ് ഇനീഷ്യലി യൂസ് ചെയ്താൽ മതി. ഹാഡ് ഷീ കംപ്ലീറ്റഡ് ഹർ വർക്ക് ബിഫോർ ഡിന്നർ. നെക്സ്റ്റ് നോക്കാം, നെഗറ്റീവ് സെന്റൻസ്. അതായത് അവൾ അത്താഴത്തിന് മുമ്പ് അവളുടെ ജോലി പൂർത്തിയാക്കിയില്ല എന്നെങ്ങനെ പറയാം? ഷീ ഹാഡ് നോട്ട്. ഹാഡിൻറ്റ് എന്ന് എഴുതാം. കംപ്ലീറ്റഡ് ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഹാഡ് എന്നുള്ളത് ഹാഡിൻ്റെ ആക്കി. അപ്പം മീനിങ് മാറി. പൂർത്തിയാക്കി എന്നുള്ളത് പൂർത്തിയാക്കിയില്ല എന്ന് വന്നു. അടുത്ത് നോക്കാം, ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവർ പോയിരുന്നു. ഇവിടെ 2 ആക്ടിവിറ്റി ഉണ്ട്. അവർ പോയി, ഞങ്ങൾ എത്തി. ഇതിനകത്ത് ആദ്യം നടന്ന ഏതാണ്? അവർ പോയതാണ് അല്ലേ, ഫസ്റ്റ്. രണ്ടാമത് നടന്നത് ഞങ്ങൾ എത്തി. അപ്പം ഏതാണ് ഹാഡ് ഉപയോഗിച്ച് എഴുതേണ്ടത്? തീർച്ചയായിട്ടും അവർ പോയിരുന്നു എന്നുള്ളതാണ്. എങ്ങനെ എഴുതാം? ഹാഡ് പ്ലസ് B3 ഫോം ഓഫ് ദ വെർബ്. സോ ദേ ഹാഡ് gone before we reached or we arrived. മനസ്സിലായല്ലോ? ആദ്യം കാര്യം they had gone, അതിനുശേഷം we reached. അടുത്ത് നോക്കാം, അതിഥികൾ എത്തുന്നതിന് മുമ്പ് തന്നെ മരിയ അത്താഴം ഉണ്ടാക്കിയിരുന്നു. ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ആക്ച്വലി ഈ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഇങ്ങനെ സെന്റൻസുകൾ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അതിഥികൾ എത്തുന്നതിന് മുമ്പ് തന്നെ മരിയ അത്താഴം ഉണ്ടാക്കിയിരുന്നു. ആക്ച്വലി ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തൊന്ന് ലെവലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിങ്ങനെ ഫസ്റ്റ് ആക്ടിവിറ്റി, സെക്കൻഡ് ആക്ടിവിറ്റി എന്നൊന്നും പറഞ്ഞ് ഓർക്കേണ്ടി വരില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം നടന്ന ഏതാണ്? മരിയ അത്താഴം ഉണ്ടാക്കിയതാണ്. സോ മരിയ had prepared. Maria had prepared dinner. Maria had prepared dinner before guest came. ഗസ്റ്റ് വരുന്നതിന് മുമ്പ് മരിയ ഡിന്നർ പ്രിപ്പയർ ചെയ്തിരുന്നു. അടുത്തൊരു സെന്റൻസ് നോക്കാം. കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പ് അവൻ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. എങ്ങനെ എഴുതാം? സാധാരണ നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് ആണിത്. He had learned English before he went to Canada. He had learned English before he went to Canada. അവൻ കാനഡയിൽ പോകുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നാം, അതായത് ഇങ്ങനെയുള്ള സെന്റൻസിൽ രണ്ടും സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ പോരെ. അതായത് he learned English ബിഫോർ ഹി വെന്റ് ടു കാനഡ. പക്ഷെ ആക്ച്വലി ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഏത് ആക്ടിവിറ്റിയാണ് ആദ്യം നടന്നതെന്ന് ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ തീർച്ചയായിട്ടും പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൻ പഠിച്ചു, അവൻ കാനഡയിൽ പോയി, ഈ ഒരു മീനിങ് ആയിരിക്കും വരിക. അതായത് പോകുന്നതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നടന്ന കാര്യം
പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. എന്നാൽ മാത്രമേ ഗ്രാമാറ്റിക്കലി ആ സെന്റൻസ് കറക്റ്റ് ആവുള്ളൂ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ശ്യാം എത്തുന്നതിന് മുമ്പേ അവർ പോയിരുന്നോ? ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ എഴുതാം? ഹാഡ് ദേ ഗോൺ ബിഫോർ ശ്യാം അറൈവ്ഡ്. ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഹാഡ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഹാഡ് ദേ ഗോൺ ബിഫോർ ശ്യാം അറൈവ്ഡ്. ശ്യാം എത്തുന്നതിന് മുമ്പ് അവർ പോയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാലത്ത് നടന്ന രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം നടന്ന കാര്യം പറയാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന കാര്യം പറയാൻ സിമ്പിൾ പാസ്റ്റുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാലത്ത് ആദ്യം നടന്ന കാര്യം പറയാനാണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് സെഷൻ.